നമസ്കാരം. പ്രധാന വാർത്തകൾ. കെട്ടിടത്തിന് അനുമതി ലഭിച്ചില്ലെന്ന ആക്ഷേപം. ഗ്രാമപഞ്ചായത്ത് കാര്യാലയം പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചും ജീവനക്കാർക്ക് നേരെ കത്തിവീശിയും 50-കാരന്റെ പരാക്രമം. തുവ്വൂർ ഗ്രാമപഞ്ചായത്തിലാണ് നാടകീയ സംഭവങ്ങൾ. ജീവനക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കുന്നതായി ഭരണസമിതി. മണ്ണാർക്കാട് നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിനുള്ള സ്ഥലം തദ്ദേശ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു. പ്രാഥമിക പരിശോധനയിൽ അനുയോജ്യമെന്ന് വിലയിരുത്തി. അടുത്ത കൗൺസിലിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് സെക്രട്ടറി. രാഷ്ട്രീയത്തിൽ കത്തോലിക്ക സഭയിൽ നിന്നുള്ളവർ ഉയർന്നു വരണമെന്ന് പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ. സഭയിലുണ്ടായിരുന്ന നല്ല നേതാക്കളുടെ പിൻഗാമികളായി പുതിയ തലമുറ ഉയർന്നു വരണമെന്നും ബിഷപ്പ്. മകന്റെ വീടിന്റെ പാലുകാച്ചൽ ദിനത്തിൽ അച്ഛന് കേരള ലോട്ടറിയുടെ 1ാം സമ്മാനമായ 1 കോടി. ഭീമനാട് പുത്തൻപള്ളിയാലിൽ കേൾവി സംസാര വൈകല്യമുള്ള കൃഷ്ണൻകുട്ടിക്കാണ് ഞായറാഴ്ച നറുക്കെടുത്ത സമൃദ്ധി ലോട്ടറിയുടെ 1ാം സമ്മാനം ലഭിച്ചത്. ഓണത്തിരക്കിലമർന്നു ഒറ്റപ്പാലം. വിപണികൾ സജീവമായതോടെ നഗരത്തിൽ നീണ്ട ഗതാഗത കുരുക്ക്. നേരത്തെ നിശ്ചയിച്ച ഗതാഗത ക്രമീകരണങ്ങൾ പൂർണ്ണമായും നടപ്പാക്കാനായി. കോഴി വളർത്തൽ മേഖലയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് കേരള പൗൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ സമരത്തിലേക്ക്. മലപ്പുറം, പാലക്കാട് ജില്ലകളിലുള്ളവരുടെ സംയുക്ത യോഗം പെരിന്തൽമണ്ണയിൽ ചേർന്നു. സർക്കാർ കർഷകരുടെ മേൽ അമിത നികുതി ചുമത്തുന്നുവെന്ന് ഭാരവാഹി. വിശദമായ വാർത്തകൾ നോക്കാം. ഗ്രാമപഞ്ചായത്ത് കാര്യാലയം പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചും ജീവനക്കാർക്ക് നേരെ കത്തിവീശിയും 50-കാരന്റെ പരാക്രമം. തുവ്വൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലെത്തിയാണ് കരുവാരക്കുണ്ട് തരിശ് സ്വദേശി വെമ്മുള്ളി മജീദ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. തന്റെ ഉടമസ്ഥതയിലുള്ള മാമ്പുഴയിലെ കെട്ടിടത്തിന് അനുമതി ലഭിച്ചില്ലെന്ന കാരണം പറഞ്ഞായിരുന്നു അതിക്രമം. തിങ്കളാഴ്ച രാവിലെ 10:30 സംഭവം. മജീദ് പെട്രോൾ ക്യാനുമായി എത്തി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് മുൻപിലും ഫ്രണ്ട് ഓഫീസ് ഭാഗത്തും ഒഴിച്ചു. അതിനുശേഷം ജീവനക്കാർക്ക് നേരെ കയ്യിൽ കരുതിയ കത്തി വീശുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. തലനാരിഴയ്ക്കാണ് ക്ലർക്ക് ജയേഷ് രക്ഷപ്പെട്ടത്. നിലത്തൊഴിച്ച പെട്രോളിൽ മജീദ് തെന്നിവീണതാണ് ജീവനക്കാർക്ക് രക്ഷയായത്. ഇയാൾ വന്നിട്ട് ഒരു 10 മണിയായപ്പോൾ വന്ന് അപ്പോൾ ഇവിടുന്ന് പെട്രോൾ ഒഴിക്കണോ പറഞ്ഞു. ഇവിടുന്ന് 1-2 ലേഡീസ്. അതിൽ നോക്കുമ്പോൾ ഇയാൾ വരാതെ കൂടെ പെട്രോൾ ഒഴിക്കണത് ഓടി നടന്നിട്ട് ഒഴിക്കുകയാണ്. അതിൽ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേനും കത്തിയെടുത്തിട്ട് ഓഫീസിൻ്റെ മുന്നിൽ വന്നിട്ട് ജീവനക്കാരൻ നേരെ വീശുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ പാഞ്ഞു വന്ന് പിടിച്ച്, ഞങ്ങൾ പിന്നെ 1-2 പേരും പിടിച്ച്, കത്തി നല്ല മൂർച്ചയുള്ള കത്തി കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തോ അയാൾ ആ പെട്രോൾ ഒഴിച്ചതിൽ ചവിട്ടി വഴുക്കി വീണു. അതുകൊണ്ട് ഞങ്ങൾക്ക് പിടുത്തം കിട്ടി. അങ്ങനെ ഞങ്ങൾ പോലീസിനെ പേര് അറിയിച്ച് കൈമാറുകയാണ് ചെയ്തത്. നിങ്ങൾ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. എൻ്റെ കൈയൊക്കെ നോക്കുക, ആ കളറൊക്കെ ആണ് ഇതിവിടെ നിരത്തുന്ന ആയതാണ്. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത്. വേറെ ഒരു വർത്താനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. രാവിലെ വന്ന അയാൾ പെട്രോൾ ഒഴിക്കുക, എന്തോ കാര്യമോ ഒന്നും, ഒരു വർത്താനോ ഒന്നും എനിക്കറിയില്ല. കാരണം ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ ജീവനക്കാരുടെ ലേഡീസ് സ്റ്റാഫും എല്ലാവരും ഉണ്ട്. അവരുടെ നേരെ കത്തി വീശ, ഞങ്ങളുടെ എല്ലാവരുടെ നേരത്തെ അതിൽ പോയി പിടിക്കുകയാണ് ചെയ്തത്. 10 മണിയായതുകൊണ്ട് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഉണ്ടായത്. പിന്നെ കുറച്ച് മെമ്പർമാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഉള്ളതുകൊണ്ട് 1-2 സ്റ്റാഫുകളെ അയാളെ പിടിച്ചാൽ കിട്ടുമില്ല. ഞങ്ങൾ 2 പേര് കൂടി പിടിച്ച് അവിടെ ഏൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ജീവനക്കാരും സമീപത്തുണ്ടായിരുന്നവരും ബലം പ്രയോഗിച്ചാണ് മജീദിനെ കീഴ്പ്പെടുത്തിയത്. തുടർന്ന് കരുവാരക്കുണ്ട് പോലീസും സ്ഥലത്തെത്തി. മാമ്പുഴയിൽ നിർമ്മിച്ച കെട്ടിടത്തിന് അനുമതി നൽകാൻ പഞ്ചായത്ത് തയ്യാറാകാത്തതും പ്രവാസിയായിരിക്കെ സമ്പാദിച്ച പണം മുഴുവൻ കെട്ടിടത്തിനായി ചിലവഴിച്ചെന്നും മജീദ് പറഞ്ഞു. കാഴ്ച പരിമിതിയുള്ള തൻ്റെ മകൻ്റെ ചികിത്സയ്ക്ക് പോലും പണമില്ലാത്ത സ്ഥിതിയാണെന്നും മജീദ് പറഞ്ഞു. നമുക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം. രണ്ട് പ്രാവശ്യം ഞാൻ ആ ഭാഗത്ത് ഞാനല്ല, എഞ്ചിനീയർമാര്, ഗവൺമെന്റ് എഞ്ചിനീയർമാർ പരിഹരിച്ചു കൊടുത്ത കാലാണ് പിന്നെയും തള്ളിയത്. ഇത് ഞാനല്ലല്ലോ, എഞ്ചിനീയർ ഞാനല്ലല്ലോ. 10-15 കൊല്ലം ഗൾഫിൽ നിന്നാണ് ഉണ്ടാക്കിയത്. ആകെ ബിൽഡിംഗ്. എൻ്റെ കുട്ടിയെ കണ്ണു കാണാതെ കുട്ടി ഇത് വിറ്റിട്ടെങ്കിലും കുട്ടിയെ നോക്കണ 3 പ്രാവശ്യം കൊടുത്തു. 3 പ്രാവശ്യം. അതിന് മാത്രം പാർക്കിംഗ് അവിടെ എല്ലാം നിടിച്ച് വന്ന് നോക്കി. 1.5 സ്ഥലങ്ങളെ വന്ന് നോക്കി.
അതേസമയം 2024 ഫെബ്രുവരിയിലാണ് മജീദ് കെട്ടിടത്തിന്റെ ക്രമവൽക്കരണത്തിന് അപേക്ഷ സമർപ്പിച്ചത്. ഇതിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് മജീദിന് നോട്ടീസ് നൽകുകയും ചെയ്തതാണ്. പിന്നീട് യാതൊരു മറുപടിയും പഞ്ചായത്തിന് നൽകാതെയായിരുന്നു മജീദ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തുവ്വൂർ. തുവ്വൂർ ഗ്രാമപഞ്ചായത്തിൽ 50-കാരൻ പെട്രോളും വെട്ടുകത്തിയും ഉപയോഗിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കുന്നതായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. അക്രമം നടത്തിയ ആൾക്കെതിരെ കരുവാരക്കുണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT ജസീന പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ 10:30യോടെയാണ് കരുവാരക്കുണ്ട് തരിശു സ്വദേശി വെമ്മുള്ളി മജീദ് പെട്രോളും വെട്ടുകത്തിയുമായി തുവ്വൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലെത്തിയത്. തുടർന്ന് പലയിടത്തും പെട്രോൾ ഒഴിച്ച ശേഷം കയ്യിൽ കരുതിയ കത്തിയെടുത്ത് ജീവനക്കാർക്ക് നേരെ വീശുകയും ചെയ്തു. മാമ്പുഴയിലുള്ള തന്റെ വാണിജ്യ കെട്ടിടത്തിന് നമ്പർ ലഭിച്ചില്ല എന്ന കാരണം ഉന്നയിച്ചായിരുന്നു അതിക്രമം. തന്റെ 25 വർഷത്തെ സമ്പാദ്യം ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന് നമ്പർ ലഭിക്കാത്തതിലുള്ള പ്രതിഷേധമാണ് മജീദ് പ്രകടിപ്പിച്ചത്. എന്നാൽ ക്രമവൽക്കരണത്തിനായി നൽകിയ അപേക്ഷകളിൽ 8 അപാകതകൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 2024 മാർച്ചിൽ അപേക്ഷ പുനഃസമർപ്പിക്കാൻ പഞ്ചായത്ത് നിർദ്ദേശം നൽകിയിട്ടും ഇതുവരെ മറുപടി നൽകാൻ പോലും മജീദ് തയ്യാറായിട്ടില്ല. ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെ പഞ്ചായത്തിലെത്തി അതിക്രമം നടത്തിയത് അംഗീകരിക്കാനാകില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT ജസീന പറഞ്ഞു. ഭീഷണി മാത്രമല്ല, നമ്മളെ പഞ്ചായത്ത് അടക്കം പഞ്ചായത്തും അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്ന് ഓണാഘോഷ പരിപാടിയായിരുന്നു രാവിലെ തന്നെ. അപ്പോൾ അതിൽ കൂടിയ ജനങ്ങളെയും അയാൾ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ അയാളുടെ കയ്യിൽ പിന്നെ ഒരു പെട്രോളിൻ്റെ കുപ്പിയും ഒരു കയ്യിൽ ലൈറ്ററും മറ്റേ കയ്യിൽ പിന്നെ ഒരു കൊടുവാളുമായിരുന്നു അയാളുടെ കയ്യിലുണ്ടായിരുന്നത്. അയാളുടെ അക്രമ ഭീതി കൊണ്ട് ആളുകളെല്ലാവരും തടിച്ചു കൂടി. മാത്രമല്ല അയാളെ ബലം പ്രയോഗിച്ച് ഇവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാ ആളുകളും അയാളെ കെട്ടിടേണ്ട ഒരു അവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചതാണ്. കാരണം എന്താ വെച്ചാൽ അയാളുടെ ജീവനും പഞ്ചായത്തിലുള്ള മറ്റുള്ള ഉദ്യോഗസ്ഥനടക്കം അയാൾ മൊത്തം എല്ലാവരെയും പെട്രോൾ അയച്ച് പഞ്ചായത്തിൻ്റെ പരിസരം മുഴുവൻ പെട്രോൾ അയച്ച് കത്തിക്കും എന്നുള്ള ഭീഷണിയിൽ മാത്രമായിരുന്നു അയാൾ നിന്നിരുന്നത്. വേറൊരു കാര്യം പറയാനുള്ളത്, ഇയാൾ പിന്നെ റെഗുലൈസേഷന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം പഞ്ചായത്തിലുള്ള ആ വാർഡിൻ്റെ മെമ്പറെയോ പിന്നെ മാത്രമല്ല പഞ്ചായത്തിൻ്റെ പിന്നെ പ്രസിഡന്റിനെയോ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ഒരാളോടെ പോയോ ഇയാൾ ഇത്തരം അപാകതകൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടെന്നോ ഇയാൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ഇന്നാണ് ഇയാൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളതെന്നെ നമ്മളെല്ലാ ആളുകളും അറിയുന്നത്. അപ്പോൾ എന്തായാലും ഇയാൾ ചെയ്ത ഈ പരാക്രമങ്ങൾക്ക് ഉചിതമായ നിയമ നടപടി വേണമെന്നാണ് ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയാനുള്ളത്. പഞ്ചായത്ത് ഓഫീസ് കത്തിക്കാനെത്തിയ വ്യക്തി ആത്മഹത്യാ ഭീഷണി മുഴക്കി എന്ന തരത്തിലുള്ള പ്രചാരണം വ്യാജമാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലാണ് ജീവനക്കാർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെടുത്തിയത്. കഴിയില്ല, അത് കാരണം അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് ചെയ്തു നൽകില്ല. അപ്പോൾ അതിന് ഗ്രാമപഞ്ചായത്ത് അല്ല ഉത്തരവാദികൾ. അതിൻ്റെ പ്രശ്നങ്ങൾ അയാൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് അയാൾക്ക് അടിയന്തരമായിട്ട് അതിന് നമ്പർ കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യും എന്നാണ് പറയാനുള്ളത്. ഇത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ, കാരണം അയാൾ പഞ്ചായത്ത് ഓഫീസിൽ വന്ന് ഭീഷണിപ്പെടുത്തി ആത്മഹത്യ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് വളരെ വിരോധാഭാസമാണ്. അതൊക്കെ പലരും പ്രചരിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ഗ്രാമപഞ്ചായത്തിനെന്നും ഇവിടെ സാധാരണക്കാരായി വരുന്ന ആളുകൾക്ക് അതിൽ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് അതൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റിനെ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയോ അത് ആ കെട്ടിടം നിൽക്കുന്ന വാർഡ് മെമ്പറെ പോലും ഈ നിമിഷം വരെ അയാൾ സമീപിച്ചിട്ടില്ല. 2014 ഇദ്ദേഹത്തിന് കൊടുത്ത ആ അപാകതകൾ ചൂണ്ടിക്കാണിച്ച നോട്ടീസിൽ അയാൾ കൈപ്പറ്റിയിട്ട് 1 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഇതിൽ ഗ്രാമപഞ്ചായത്ത് ഈ കാര്യത്തിൽ തീർത്തും ഞങ്ങൾക്ക് ഒരു അപാകതയും സംഭവിച്ചിട്ടില്ല. അയാൾ ഇന്ന് ഗ്രാമപഞ്ചായത്തിൽ കയറി വന്ന് ഉണ്ടാക്കിയ എല്ലാ ആളുകളെയും ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള അക്രമവാസനയോട് കൂടിയുള്ള പ്രവൃത്തികളാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഇന്നെ തടയാൻ ശ്രമിക്കുക മാത്രമാണ് ഗ്രാമപഞ്ചായത്തിലെ അവിടെ കൂടി നിന്ന ആളുകൾ ചെയ്തിട്ടുള്ളത്. കയർ ഉപയോഗിച്ച് അക്രമിയെ കെട്ടിയില്ലായിരുന്നെങ്കിൽ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം ദുരന്തക്കളമായി മാറുമായിരുന്നുവെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ TA ജലീൽ, സാലിംബാപ്പുട്ടി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തുവ്വൂർ. രാഷ്ട്രീയത്തിൽ കത്തോലിക്ക സഭയിൽ നിന്നുള്ളവർ ഉയർന്നു വരണമെന്ന് പാലക്കാട് രൂപത അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ. KCYF സംസ്ഥാന പ്രസിഡന്റ് എബിൻ കണിവയലിൽ നടത്തുന്ന
കേരള യാത്രയ്ക്ക് മണ്ണാർക്കാട് നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മണ്ണാർക്കാട് പ്രസാദമാതാ ചർച്ചിന് സമീപത്ത് നിന്ന് യുവജനങ്ങൾ ജാഥയായാണ് പ്രസിഡന്റിനെ വേദിയിലേക്ക് സ്വീകരിച്ചത്. തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനം മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. KCYM വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹിക സേവന മേഖലകളോടൊപ്പം നിൽക്കേണ്ട മേഖലയാണ് രാഷ്ട്രീയ മേഖലയെന്ന് കത്തോലിക്ക സഭ തിരിച്ചറിയുന്നുണ്ട്. മറ്റെല്ലാ മേഖലകളിലും ഉന്നതരായ പ്രവർത്തകരെ സമ്മാനിച്ച കത്തോലിക്ക സഭ രാഷ്ട്രീയ മേഖലയിൽ എന്തുകൊണ്ട് പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ പിന്നോക്കം നിൽക്കുന്നുവെന്ന് ചിന്തിക്കണം. കത്തോലിക്ക സഭയുടെ വീക്ഷണത്തോടുകൂടി ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാർ സമൂഹത്തിൻ്റെ നവീകരണത്തിനും ഉദ്ധാരണത്തിനും വേണ്ടി കടന്നു വരേണ്ടതുണ്ട്. വേണ്ടത്ര പ്രോത്സാഹനങ്ങൾ നൽകിയതിൻ്റെ ഫലമായി നല്ല നേതാക്കൾ സഭയിൽ ഉണ്ടായിരുന്നതിൻ്റെ നല്ല ഫലങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞുവെന്ന് പറയാം. അവരുടെയൊക്കെ നല്ല പിൻഗാമികളായി കത്തോലിക്ക സഭയിൽ നിന്ന് പുതിയ തലമുറ ഉയർന്നു വരണം. മറ്റാരെയും വെല്ലുവിളിക്കാനല്ല, മറിച്ച് സമൂഹത്തിൻ്റെ നന്മയും ഉദ്ധാരണവും രാഷ്ട്ര പുരോഗതിയും ലക്ഷ്യമാക്കിയാണെന്നും ബിഷപ്പ് പറഞ്ഞു. ഇത്തരത്തിലുള്ള പ്രവർത്തന മേഖലകളോടൊപ്പം തന്നെ നിൽക്കേണ്ട ഒരു മേഖലയാണ് രാഷ്ട്രീയമെന്ന് സഭ തിരിച്ചറിയുകയാണ്. മറ്റെല്ലാ മേഖലകളിലും ഉന്നതരായ പ്രവർത്തകരെ സമ്മാനിച്ച കത്തോലിക്ക സഭ, പ്രത്യേകിച്ച് കേരള കത്തോലിക്ക സഭ, രാഷ്ട്രീയ മേഖലയിൽ എന്തുകൊണ്ട് പിന്നോക്കം നിൽക്കുന്നു ചിന്തിക്കേണ്ടതാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തന മേഖലകളിലേക്ക് കത്തോലിക്ക സഭയുടെ വീക്ഷണത്തോടുകൂടി ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാര് സമൂഹത്തിന് നവീകരണത്തിന് ഉദ്ധാരണത്തിന് വേണ്ടി കടന്നു വരേണ്ടതാണ്. വേണ്ടത്ര പ്രോത്സാഹനങ്ങൾ മുൻകാലങ്ങളിൽ കൊടുത്തിരുന്നതിന്റെ നല്ല ഫലങ്ങൾ, നല്ല നേതാക്കന്മാർ സഭയിൽ ഉണ്ടായതിന്റെ നല്ല ഫലങ്ങൾ നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അനുഭവിക്കുന്നുമുണ്ട്. അവരുടെയൊക്കെ നല്ല പിൻഗാമികളായി സമൂഹത്തിന് ഏറെ നന്മ ചെയ്യുന്നവര് ഈ കത്തോലിക്ക യുവജന കൂട്ടായ്മയിൽ നിന്ന് ഉയർന്നു വരണം. അതിവിടെ മുൻപ് സൂചിപ്പിച്ചതുപോലെ മറ്റാരെയും വെല്ലുവിളിക്കാൻ വേണ്ടിയല്ല, സമൂഹത്തിന്റെ നന്മ, സമൂഹത്തിന്റെ ഉദ്ധാരണം, രാഷ്ട്രത്തിന്റെ പുരോഗതി, അത് മാത്രമാണ്. യുവത്വത്തിൻ്റെ കണ്ണുകളിലൂടെ കേരള സമൂഹത്തിൻ്റെ വികസനം എന്ന ആപ്തവാക്യവുമായാണ് KCYM സംസ്ഥാന സമിതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരള നവീകരണ യാത്ര നടത്തുന്നത്. ലഹരിക്കെതിരെ പോരാട്ടം, യുവജന മുന്നേറ്റം, വർദ്ധിച്ചുവരുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്കെതിരെ, മലയോര തീരദേശ ദളിത് ജനതയുടെ അവകാശ സംരക്ഷണം, വർഗീയതയ്ക്കെതിരെ ബഹുസ്വരതയുടെ ശബ്ദമാകുക, ഭരണഘടനാ അവകാശം ഉറപ്പാക്കുക, കേരള വികസന രേഖ തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പ് മുൻനിർത്തി KCYMലെ മികച്ച നേതാക്കളെ നാടിനെ പരിചയപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് യാത്ര നടത്തുന്നത്. രൂപതാ പ്രസിഡന്റ് അഭിഷേക് പുന്നാന്തടത്തിൽ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ എബിൻ കണിവയിൽ മറുപടി പ്രസംഗം നടത്തി. N. ഷംസുദ്ദീൻ MLA, സംസ്ഥാന ഡയറക്ടർ ഫാദർ ഡിറ്റോ കുളയിൽ, രൂപതാ ഡയറക്ടർ ഫാദർ ജോബിൻ മേലേമുറിയിൽ, ഫെറോന വികാരി ഫാദർ രാജു പുളിക്കത്താഴെ, പാലക്കാട് രൂപതാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബോബി സെബാസ്റ്റ്യൻ, രൂപതാ സെക്രട്ടറി ലിജോമോൻ അലോഷ്യസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബിൻ എന്നിവർ പ്രസംഗിച്ചു. യുവജന മുന്നേറ്റം സമൂഹത്തിൽ സാധ്യമാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ജാഥയാണ് കേരള നവീകരണ യാത്ര. നമുക്കറിയാം, യുവജനങ്ങളാൽ നയിക്കപ്പെടുന്ന സമൂഹം, ആ യുവജനങ്ങളാൽ നയിക്കപ്പെടുന്ന സമൂഹത്തിന് മാത്രമേ ഒരു നാടിനെ ഏറ്റവും വലിയ അഭിവൃദ്ധിയിലേക്കും വികസനത്തിലേക്കും നയിക്കുവാൻ വേണ്ടി സാധിക്കും. ഒരു സമൂഹം ഏറ്റവും ഫലപ്രദമായി ഇടപെടാൻ സാധിക്കുന്നത്, അവർക്ക് വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നത് ആ സമൂഹത്തിൽ ക്രിയാത്മകതയോടെ ഇടപെടുന്ന യുവജനങ്ങൾ നേതൃത്വം വഹിക്കുമ്പോൾ. അതുകൊണ്ട് യുവജനങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു നേതൃത്വം, ഒരു സമൂഹം നമുക്ക് സൃഷ്ടിക്കപ്പെടണം എന്ന സ്വപ്നത്തിന്റെ ഭാഗമായിട്ടാണ് KCYM കേരള നവീകരണ യാത്രയ്ക്ക് രൂപം കൊടുത്തത്, ഏറ്റവും പ്രധാനമായി രൂപം കൊടുക്കുന്നത്. ഇനി ഈ യുവജന മുന്നേറ്റം എന്ന് പറഞ്ഞപ്പോ ഏറ്റവും അധികം ആദ്യം ചോദിക്കുന്ന കാര്യം, കേരള രാഷ്ട്രീയത്തിലേക്ക്, രാഷ്ട്രീയ രംഗത്തിലേക്ക് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഇടപെടൽ KCYM നടത്താൻ പോവുകയാണോ എന്നുള്ളത്. അച്ഛൻ പറഞ്ഞു, ഞങ്ങള് പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് ഞങ്ങളോട് ചോദിച്ച മെയിൻ ചോദ്യം, KCYM എന്ന് പറയുന്നത് ഒരു മതസംഘടനയാണ്, ഈ മതസംഘടന ഡയറക്റ്റായി ഈ രാഷ്ട്രീയ രംഗത്തേക്ക് ഇടപെടുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഒരു മറുപടിയേ ഉള്ളൂ, KCYM എന്ന് പറയുന്നത് രാഷ്ട്രീയ രംഗത്തിലേക്ക് ഇടപെടാൻ ഞങ്ങൾ ഈ രാഷ്ട്രീയത്തിന്റെ പുറത്തേക്ക് പോയിട്ടില്ല. ഈ കേരള സമൂഹത്തിന്റെ സമാജീയ സാഹചര്യങ്ങൾ അനുസരിച്ച് ഞങ്ങൾ കൂടുതലായി ഇവിടെ ഇടപെടലുകൾ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് കഴിഞ്ഞ 50 വർഷമായി ഈ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ ഈ കേരളത്തിന്റെ എല്ലാ രാഷ്ട്രീയ രംഗങ്ങളിലും KCYM ഉണ്ടായിട്ടുണ്ട്. മണ്ണാർക്കാട് നഗരസഭയുടെ മാലിന്യ സംസ്കരണ സംവിധാനത്തിനുള്ള സ്ഥലം തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു. പ്രാഥമിക പരിശോധനയിൽ അനുയോജ്യമാണെന്ന് വിലയിരുത്തൽ. അടുത്ത കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി. നഗരസഭയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ്, മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി എന്നിവ സ്ഥാപിക്കാനാണ് നഗരസഭ സ്ഥലം വാങ്ങുന്നത്.
ഇതിനായി CPM കൗൺസിലർ മുഹമ്മദ് ഇബ്രാഹിം കണ്ടെത്തിയ സ്ഥലമാണ് പരിശോധിച്ചത്. മുക്കണ്ണത്തെ നിർദ്ദിഷ്ട ജയിലിന്റെ പിൻവശത്തെ 4.5 ഏക്കർ സ്ഥലമാണ് നഗരസഭയ്ക്ക് നൽകാൻ ഉടമ സന്നദ്ധത അറിയിച്ചത്. ഉടമ നൽകിയ രേഖകൾ പ്രകാരം സ്ഥലത്തേക്ക് പ്രധാന റോഡിൽ നിന്ന് 10 അടി വഴിയാണുള്ളത്. സ്ഥലത്തിന്റെ ചരിവ്, സമീപത്തെ ജനസാന്ദ്രത തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. പ്രാഥമിക പരിശോധനയിൽ അനുയോജ്യമാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. ഇക്കാര്യം അടുത്ത ദിവസം ചേരുന്ന കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് സെക്രട്ടറി S. സതീഷ് കുമാർ പറഞ്ഞു. അപ്പം നമുക്ക് മണ്ണാർക്കാട് നഗരസഭയ്ക്ക് മാലിന്യനിർമ്മാർജ്ജനം ബന്ധപ്പെട്ടിട്ട് സ്ഥലം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ നേരത്തെ പാതാക്കര മല എടുക്കാൻ നോക്കി, അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പുതിയൊരു ഈ സ്ഥലം നമുക്ക് ഓഫറായിട്ട് ഒരാൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ JD ഓഫീസിൽ നിന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടർക്ക് വന്നിട്ട് നമ്മളിപ്പോൾ പരിശോധിക്കുകയാണ്. ഇപ്പോൾ എൻജിനീയറൊക്കെ ഉണ്ട്. ഇത് ഫീസിബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ഏറ്റെടുക്കുന്ന കാര്യം കൗൺസിലിൽ വെക്കും. നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ KS. ആനന്ദ്, നഗരസഭാ സെക്രട്ടറി S. സതീഷ് കുമാർ, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ മുഹമ്മദ് ഇക്ബാൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. മകന്റെ വീടിന്റെ പാലുകാച്ചൽ ദിനത്തിൽ പിതാവിന് കേരള ലോട്ടറിയുടെ 1ാം സമ്മാനമായ 1 കോടി രൂപ. ഭീമനാട് പെരുമ്പടാരിയിലെ പുത്തൻപള്ളിയാലിൽ കൃഷ്ണൻകുട്ടിക്കാണ് ഞായറാഴ്ച നറുക്കെടുത്ത കേരള സർക്കാരിന്റെ സമൃദ്ധി ലോട്ടറിയുടെ 1ാം സമ്മാനം ലഭിച്ചത്. കൂലിപ്പണിക്കാരനായ ഇദ്ദേഹം പലപ്പോഴും 3-4 ടിക്കറ്റുകൾ എടുക്കാറുണ്ട്. ചെറിയ സമ്മാനങ്ങൾ ലഭിക്കാറുണ്ടെങ്കിലും 1ാം സമ്മാനം നേടുന്നത് ഇത് ആദ്യമാണ്. കേൾവിശക്തിയും സംസാരശേഷിയുമില്ലാത്ത ഇദ്ദേഹത്തിന് ഭാര്യയും 3 മക്കളുമുണ്ട്. മൂത്ത മകൻ അനീഷ് ബാബുവിൻ്റെ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങായിരുന്നു ഞായറാഴ്ച രാവിലെ. ഇതിൻ്റെ വിരുന്നും ഓണാഘോഷത്തിനുമുള്ള തയ്യാറെടുപ്പിനിടെയാണ് സമൃദ്ധിയുടെ 1ാം സമ്മാനം കുടുംബത്തിലേക്ക് എത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം പെരുമ്പടാരിയിലെ ലോട്ടറി വിൽപ്പനക്കാരൻ മാമ്പറ്റ അബ്ദുവിൽ നിന്നും വാങ്ങിയ 4 ടിക്കറ്റുകളിൽ MV122462 എന്ന നമ്പറിനാണ് സമ്മാനം ലഭിച്ചത്. നാട്ടുകാർക്ക് മധുരം നൽകി കുടുംബം സന്തോഷം പങ്കുവച്ചു. 1ാം സമ്മാനം കിട്ടിയ വിവരം ലോട്ടറി വിൽപ്പനക്കാരൻ തന്നെയാണ് ഇദ്ദേഹത്തെ അറിയിച്ചത്. ടിക്കറ്റ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അലനല്ലൂർ ശാഖയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. നിലവിലുള്ള സാമ്പത്തിക ബാധ്യത തീർക്കണമെന്നാണ് ആഗ്രഹമെന്ന് അനീഷ് ബാബു പറഞ്ഞു. കുറച്ചൊക്കെ ബാധ്യതകളുണ്ട്, അതൊക്കെ തീർത്തിട്ട് ബാക്കി അച്ഛനെ സേഫ് ആക്കാന്നുള്ളതാണ്. അച്ഛൻ ഭാവിയിൽ അച്ഛൻ്റെ ഇതിന് വേണ്ടിയിട്ട് സേവ് ചെയ്യാന്നുള്ളതാണ്. എവിടുന്ന് ആരെടുത്ത ലോട്ടറി എടുത്തേ? ലോട്ടറി നമ്മളെ അദ്വാക്ക, നമ്മളെ അയൽവാസി തന്നെയാണ്. സ്ഥിരമായിട്ട് എടുക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രൈസ് ഒക്കെ അടിക്കാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഒരു വലിയ എമൗണ്ട് അടിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. അനീഷ് ബാബുവിന്റെ 14ാം വിവാഹ വാർഷികവും ഇന്നേ ദിവസമായിരുന്നു. മറ്റു മക്കളും സന്തോഷം പങ്കുവച്ചു. 14ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. പിന്നെ ഞങ്ങള് ഒരു വീട് വെച്ചിട്ട് ഇന്ന് അങ്ങോട്ട് ആദ്യമായിട്ട് പാല് വെച്ച് താമസം മാറിയതും കൂടി ഇന്നത്തെ ദിവസമാണ്. അവിടെ ആ സന്തോഷത്തിലിരിക്കുന്ന സമയത്താണ് അച്ഛൻ ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടെന്നുള്ളതും കൂടി അറിഞ്ഞത്. ഫസ്റ്റ് കേട്ടപ്പോൾ നമുക്ക് വിശ്വസിക്കാനൊന്നും കഴിഞ്ഞില്ല. ഞങ്ങൾ ആദ്യം വെറുതെ പറയാണ്, പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ എല്ലാവരും വിളിക്കലും ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് വിശ്വാസമായത്. അച്ഛൻ ഒരുപാട് കാലമായി ലോട്ടറി കാര്യങ്ങളൊക്കെ അതിപ്പോഴും എടുക്കും. ഞങ്ങളപ്പോൾ പറയൂ എപ്പോഴും എടുക്കും, അടിക്കൂല അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പറയും. പക്ഷെ ഇപ്രാവശ്യം അടിച്ച എല്ലാവർക്കും ഒരു പ്രതീക്ഷിക്കാത്ത ഒന്നായി. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചു. കൂലിപ്പണിയാണെങ്കിലും മിക്ക ദിവസങ്ങളിലും കൃഷ്ണൻകുട്ടി ലോട്ടറി എടുക്കാറുണ്ട്. എന്നാൽ വലിയ സംഖ്യ ഇതുവരെ ലഭിച്ചിട്ടില്ല. 5 വർഷമായി ലോട്ടറി കച്ചവടം തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് താൻ വിറ്റ ലോട്ടറിക്ക് ഇത്രയും വലിയ സമ്മാനത്തുക ലഭിച്ചതെന്ന് അബ്ദുവും പറഞ്ഞു. കൃഷ്ണൻകുട്ടിക്ക് ഞാൻ കച്ചവടം തുടങ്ങിയ പോലെ കൊടുക്കുന്നുണ്ട്. 4 കൊല്ലമായി പോയി. ഞാൻ ഹോട്ടൽ പണിക്കാരനായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ ലോട്ടറി കച്ചവടം നടക്കുന്നത്. ഈ കൊറോണ വന്ന അവിടെ വിട്ട് ഹോട്ടൽ പണി ഒഴിവായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ലോട്ടറി കച്ചവടം കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ കാണും, കൊടുക്കും. അങ്ങനെ ചില്ലറ പൈസകൾ കിട്ടും. ചിലപ്പോൾ ഉണ്ടാവില്ല. ഇന്ന് ഫസ്റ്റ് പ്രൈസ് അടിച്ചു വരും. വളരെ സന്തോഷം. ഓണവിപണി സജീവമായതോടെ ഒറ്റപ്പാലം നഗരത്തിൽ ഗതാഗത കുരുക്ക് മുറുകി. ഓണം പരിഗണിച്ച് തീരുമാനിച്ച പ്രത്യേക ക്രമീകരണങ്ങൾ പൂർണ്ണമായി നടപ്പാക്കാത്തതാണ് കുരുക്ക് മുറുകാൻ കാരണമെന്നാണ് ആക്ഷേപം. പാതയോരങ്ങളിലെ പാർക്കിംഗ് വിലക്കാനും തിരക്കേറിയ ഘട്ടങ്ങളിൽ വാഹനങ്ങളെ വഴിതിരിച്ചുവിടാനുള്ള തീരുമാനവുമാണ് ഉണ്ടാകാത്തത്. നഗരത്തിലെ ഓണത്തിരക്ക് പ്രതിദിനം മുറുകുകയാണ്. ഉച്ചസമയങ്ങളിൽ പോലും പ്രധാന പാതയിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. വൈകുന്നേരങ്ങളിൽ കുരുക്ക് വീണ്ടും മുറുകുന്നതാണ് പതിവ്. വാഹനങ്ങളുടെ നിര കിഴക്ക് ചുനങ്ങാട് റോഡ് കവലയ്ക്കപ്പുറത്തേക്കും പടിഞ്ഞാറ് കണ്ണിയമ്പുറം പാലം പരിസരത്തേക്കും നീളാറുണ്ട്. പ്രധാന പാതയിൽ കുരുക്കായ TB റോഡ്, RS റോഡ് ഉൾപ്പെടെ നഗരപാതകളും നിശ്ചലമാകും. കുരുക്കഴിക്കാൻ പോലീസ് പെടാപ്പാട് പെടാറുണ്ടെങ്കിലും ഫലപ്രദമാകുന്നില്ല.
കോഴി വളർത്തൽ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പൗൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ സമരത്തിലേക്ക്. സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കമുള്ള സമരങ്ങൾ സംഘടന നടത്തും. ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ സംയുക്ത വിശദീകരണ യോഗം പെരിന്തൽമണ്ണയിൽ ചേർന്നു. കേരളത്തിലെ കോഴി വളർത്തൽ മേഖല വലിയ പ്രതിസന്ധിയിലാണെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത്. കോഴി വളർത്തൽ മേഖലയിലേക്ക് കടന്നു വന്നവർ മറ്റ് വരുമാന മാർഗങ്ങൾ ഇല്ലാത്തവരും സാധാരണക്കാരുമാണ്. കോഴി വളർത്തൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരായി 3 ലക്ഷം പേരുണ്ട്. കോഴി വളർത്തുന്ന താൽക്കാലിക ഷെഡുകൾക്ക് ആഡംബര നികുതിയും ലേബർ സെസ്സുമാണ് ചുമത്തുന്നത്. കർഷകർക്ക് എതിരെ സർക്കാർ വലിയ നോട്ടീസുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഫാം അളന്ന് തിട്ടപ്പെടുത്തി വലിയ നികുതിയാണ് ഇപ്പോൾ ചുമത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കോഴി വളർത്തുകാർ പറയുന്നു. ഇതിനെതിരെ സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കമുള്ള ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിലാണ് കേരള പൗൾട്രി ഫാമേഴ്സ് അസോസിയേഷൻ. ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ സംയുക്ത വിശദീകരണ യോഗം പെരിന്തൽമണ്ണയിൽ ചേർന്നു. വ്യാപാര ഭവനിൽ നടന്ന യോഗം സംസ്ഥാന ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് KT ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. കോഴി വളർത്തൽ കാർഷിക മേഖലയിൽ ഉൾപ്പെടുത്തണമെന്നും മറ്റ് കർഷകർക്ക് ലഭ്യമാക്കുന്ന ആനുകൂല്യങ്ങൾ തങ്ങൾക്കും ലഭ്യമാക്കണമെന്നും അഡ്വക്കേറ്റ് KT ഉമ്മർ ആവശ്യപ്പെട്ടു. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ഉസൈൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു. കോഴി വളർത്തൽ ഷെഡിന്റെ അശാസ്ത്രീയമായ നികുതിയെപ്പറ്റിയും സമരത്തിന്റെ ആവശ്യകത സംബന്ധിച്ചും സംസ്ഥാന സെക്രട്ടറി ഖാദർ അലി വറ്റല്ലൂർ വിവരിച്ചു. സംസ്ഥാന ട്രഷറർ സെയ്ദ് മണലായ, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹംസ പാലത്തിങ്ങൽ, സെക്രട്ടറി സബീർ പുളിങ്കാവ്, ട്രഷറർ ഹംസ പന്തല്ലൂർ, അബ്ദുൽ ഖാദർ വണ്ടൂർ, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് നാലകത്ത് മുഹമ്മദ്, സെക്രട്ടറി സമീർ അലനല്ലൂർ, ലത്തീഫ് മണ്ണാർമല, നജീബ് TK എന്നിവർ സംസാരിച്ചു. ഒരു ചെറിയ ഇടവേള. വാർത്തകൾ തുടരുന്നു. അലനല്ലൂർ കണ്ട ഏറ്റവും വലിയ ഓണാഘോഷ പരിപാടികൾ സജ്ജീകരിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ്. ഉത്രാടം അവിട്ടം നാളുകളിൽ നടക്കുന്ന ജനകീയ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടാൻ പുലിക്കളിയും എത്തുന്നുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 4 ഉത്രാട ദിനത്തിൽ ജനകീയ ഘോഷയാത്രയോടെയാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. മാവേലി, പുലിക്കളി, തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി, മാപ്പിളപ്പാട്ട്, മാർഗംകളി, കോൽക്കളി, തമ്പോലം തുടങ്ങിയ കലാരൂപങ്ങൾ ഘോഷയാത്രയിൽ അണിനിരക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ബാബു മൈക്രോടെക് അറിയിച്ചു. സെപ്റ്റംബർ 4 പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് തുടങ്ങുന്ന അതിഗംഭീരമായ ഘോഷയാത്രയും സെപ്റ്റംബർ 6 വൈകിട്ട് അഖില കേരള വടംവലി മത്സരവുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പറയുന്ന ഘോഷയാത്രയിൽ വിവിധ മേഖലകളിലുള്ള പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ക്ലബ്ബുകൾ, അതുപോലെ തന്നെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന, അംഗൻവാടി വർക്കേഴ്സ്, പിന്നെ ആശാ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള ചുമട്ടുതൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അണിനിരത്തിക്കൊണ്ടാണ് ഈ ഘോഷയാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത്. സെപ്റ്റംബർ 6 ശനിയാഴ്ച അവിട്ടനാളിൽ ക്രസന്റ് പ്ലാസയിൽ വടംവലി അരങ്ങേറും. ആകർഷകമായ സമ്മാനത്തുകയാണ് വിജയികളെ കാത്തിരിക്കുന്നത്. അന്നേ ദിവസം കുട്ടികളുടെ കലാപരിപാടികളും കൂപ്പൺ നറുക്കെടുപ്പും നടക്കും. ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാവുമെന്ന് പ്രസിഡന്റ് സജ്ന സത്താർ അറിയിച്ചു. അലനല്ലൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒരു ജനകീയ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ജാതി മത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു ഒരുമയുടെ സന്ദേശം വിളിച്ചു വരുന്ന ഈ ഒരു ഘോഷയാത്രയ്ക്കും ഓണപരിപാടികൾക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. വിവിധ മതവിഭാഗത്തിൽപ്പെട്ടവരുടെ പൂർണ്ണ സഹകരണവും പരിപാടിക്ക് മാറ്റുകൂട്ടും. ഓണാഘോഷ പരിപാടി കാര്യത്തിൽ ഒരു മതപരമായോ രാഷ്ട്രീയമായോ യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാം വളർന്ന് കള്ളക്കടക്കടം കഴിഞ്ഞ് സമൃദ്ധിയായ ഓണത്തിൻ്റെ വരവേൽപ്പിനെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്ന ഒരു ദേശീയോത്സവമായിട്ട് ഓണം മാറിയിരിക്കുന്നു. എല്ലാ മതക്കാർക്കും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ടാവും. അവരൊക്കെ അവരുടെ വിശ്വാസങ്ങളനുസരിച്ച്, അനുഷ്ഠാനങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല ഓണാഘോഷ പരിപാടികളുണ്ട്. പല ആഘോഷങ്ങളുണ്ടാവും. അതിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ഒരു നമ്മുടെ ഈ സമൂഹത്തിന് നമ്മളൊരു കട്ടുറപ്പോടുകൂടെ ഒരു നമ്മുടെ എന്താ പറയുക മതം ഒരു യോജിച്ച് നമ്മൾ ഒന്നിച്ച് എല്ലാ വിഭാഗം ആളുകളും യോജിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങണമെന്ന് ഞാൻ ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓണം കേരള ദേശീയ ത്യോഹാർ ഹേ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം കൂടുതലായിട്ട് എല്ലാവരെയും ഒരുപോലെ കാണുന്ന അലനല്ലൂർ പ്രദേശത്തെ എല്ലാ വിഭാഗങ്ങളെയും കൂടി ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഈ 2025 ഓണം വലിയൊരു സംഭവമാക്കി തീർത്ത് നാടിനെ അഭിമാനമാക്കുവാൻ വേണ്ടി അലനല്ലൂർ വ്യാപാര വ്യവസായ ഏകോപന സമിതി കാണിക്കുന്ന ഈ
കാര്യത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ഓണം വൈബ് 2K25 എന്ന പേരിലാണ് ആഘോഷം നടക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ ബി ആറാട്ടുതൊടി, PM ദാമോദരൻ നമ്പൂതിരി, സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ, ജെയിംസ് തെക്കേക്കുറ്റ്, KS സുദർശനകുമാർ, റഷീദ ലായൻ, K വേണുഗോപാലൻ, K രവികുമാർ, P മുസ്തഫ, ചാത്തോലി ഹംസ, KP ഉണ്ണി, വിഷ്ണു അലനല്ലൂർ, KK ഷനൂജ്, TK ഷഹനീർ ബാബു, PPK അബ്ദുറഹ്മാൻ, വ്യാപാരി വ്യവസായി യൂണിറ്റ് ജനറൽ സെക്രട്ടറി നിയാസ് കൊങ്ങത്ത്, ട്രഷറർ രാധാകൃഷ്ണൻ ഉണ്ണിയാൽ, യൂസഫ് സിറ്റി, സുബൈർ തുർക്കി, SB സലീം, ആരിഫ് തുവശ്ശേരി, നാസർ കളത്തിൽ, സലീം ബ്രദേഴ്സ്, നൌഷാദ് സിഗ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ചെർപ്പളശ്ശേരി കാർലമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ കീഴേടമായ മൂർക്കത്ത മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദശാവതാര ചന്ദനച്ചാർത്ത് മഹോത്സവവും അഷ്ടമി രോഹിണി ആഘോഷവും സെപ്റ്റംബർ 5 മുതൽ 14 വരെ നടക്കും. വള്ളുവനാട്ടിൽ അത്യപൂർവമാണ് ദശാവതാര ചന്ദനച്ചാർത്ത് മഹോത്സവമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 5 തിരുവോണം മുതൽ സെപ്റ്റംബർ 14 അഷ്ടമി രോഹിണി വരെ 10 ദിവസങ്ങളിലായാണ് കാർലമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ കീഴേടമായ മൂർക്കത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദശാവതാര ചന്ദനച്ചാർത്ത് മഹോത്സവം ആഘോഷിക്കുന്നത്. ദിവസവും വൈകുന്നേരം 5 മണി മുതൽ അലങ്കാര ദർശനം, നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, സോപാന സംഗീതം, ഭാഗവത നാരായണീയ പാരായണം, പ്രഭാഷണങ്ങൾ, കൃഷ്ണകഥകളെ ആസ്പദമാക്കിയുള്ള നൃത്ത സംഗീത ആരാധനകൾ എന്നിവ നടക്കും. ക്ഷേത്രം തന്ത്രിമാർ, മുൻ ഗുരുവായൂർ മേൽശാന്തിമാർ ഉൾപ്പെടെയുള്ള ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിൽ ദശാവതാര പൂജകളും ഉണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ചന്ദനച്ചാർത്തിൽ വിദഗ്ധനായ നരിക്കാട്ടിരി രാമപ്രസാദ് നമ്പൂതിരിയാണ് ഭഗവാനെ ചന്ദനം കൊണ്ട് അലങ്കരിക്കുന്നത്. ആദ്യത്തെ അവതാര പൂജയ്ക്ക് ക്ഷേത്രം തന്ത്രി മേൽമുണ്ടയൂർ അനൂപ് കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് 10 ദിവസം നടക്കുന്ന കലാപരിപാടികൾക്ക് മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ M ദണ്ഡപാണി മാസ്റ്റർ ഭദ്രദീപം തെളിയിക്കും. ബോർഡ് അംഗങ്ങളായ KT രാമചന്ദ്രൻ, നീലകണ്ഠൻ മാസ്റ്റർ, പ്രീത എന്നിവരും പങ്കെടുക്കും. ലഘുഭക്ഷണവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിശിഷ്ടരായിട്ടുള്ള ഭാഗവത ആചാര്യന്മാരായിട്ടുള്ള പല മഹാവ്യക്തികളുടെയും പ്രഭാഷണങ്ങളുണ്ടായിരിക്കും. അതിനോടുകൂടി കലാപരിപാടികളും ഉണ്ടായിരിക്കും. ഡാൻസ്, സംഗീതം തുടങ്ങിയ സാംസ്കാരിക പരിപാടികൾ ദിവസവും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പിന്നെ ദിവസവും നാരായണീയ പാരായണം ഉണ്ടായിരിക്കും. അവസാനം തുടക്കത്തിൽ വാമനാവതാരം മുതൽ അന്ന് മഹാബലിയെ ഉയർത്തിയ ദിവസമാണ്. മഹാബലിയെ താഴ്ത്തല്ല ചെയ്ത് ഉയർത്തുകയാണ് ചെയ്തത്. അന്ന് മുതൽ പൂർണ്ണാവതാരമായ ഭഗവാന്റെ പൂർണ്ണാവതാരം അന്ന് അവസാനം ഈ 14-ാം തീയതി ആഘോഷിക്കുന്നതാണ്. ക്ഷേത്രം ട്രസ്റ്റി തെക്കുംപറമ്പത്ത് ഭവദാസ് നമ്പൂതിരി, പരമേശ്വരൻ നമ്പൂതിരി പാണ്ടത്തുമന, ട്രസ്റ്റി കുടുംബാംഗങ്ങളായ പാണ്ടത്തുമന സുബ്രഹ്മണ്യൻ നമ്പൂതിരി, തെക്കുംപറമ്പത്തുമന നാരായണൻ നമ്പൂതിരി, ദേവസ്വം ക്ലർക്ക് K രാജു, പുത്തൻവീട്ടിൽ ബാലചന്ദ്രൻ, മേലേമഠം വേണുഗോപാൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു. മണ്ണാർക്കാട് 10 കോടി ആപത്തുകാത്ത ഗണപതി ക്ഷേത്രം പുനരുദ്ധാരണത്തിലേക്ക്. ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഭക്തജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 35-അംഗ ജനകീയ കമ്മിറ്റിയാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പ്രേമരാജ് പ്രസിഡന്റായും N ബാലമുകുന്ദൻ സെക്രട്ടറിയായും തിരഞ്ഞെടുത്ത പുനരുദ്ധാരണ കമ്മിറ്റിക്ക് മലബാർ ദേവസ്വം ബോർഡ് അംഗീകാരം നൽകി. പ്രത്യേക പൂജ ചെയ്ത തറക്കല്ലിടൽ കർമ്മം മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ A രാമസ്വാമി നിർവഹിച്ചു. 2,15 ലക്ഷം രൂപ ചെലവിലാണ് ക്ഷേത്രം നവീകരിക്കുന്നത്. തുടർന്ന് നടന്ന പൊതുചടങ്ങ് A രാമസ്വാമി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ശിലാസ്ഥാപനം നടത്തുന്നതിന് നേരത്തെ ഏറ്റുന്നത് ബഹുമാന്യനായ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ വാസുമാഷാണ്. അവിചാരിതമായ കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഈ ചടങ്ങിനെത്താതെ പോയത്. പക്ഷെ ദൈവനിയോഗമെന്ന നിരക്ക് ആ ചടങ്ങ് നിർവഹിക്കാൻ എനിക്ക് അവസരം നൽകിയതിൽ വളരെ ദൈവത്തോട് ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ദേവസ്വം കമ്മീഷനും അസിസ്റ്റന്റ് കമ്മീഷനും കൂടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഐതിഹ്യമുള്ള ഒരു ക്ഷേത്രമാണ്. വലിയ ശക്തിയുള്ള ദേവന്മാരാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, നമ്മുടെ ക്ഷേത്രങ്ങളിൽ കൃത്യങ്ങൾ നമ്മുടെ പൂജകൾ നടത്തണം, ഉത്സവങ്ങൾ നടത്തണം.
കാലാകാലങ്ങളിൽ കുംഭാഭിഷേകങ്ങൾ നടത്തണം. പക്ഷേ ഈ കുംഭാഭിഷേകം അല്പം വൈകിയാണ് നമ്മൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കൊടുത്തിട്ടുള്ളത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ തട്ടകത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രം ഒരു ക്ഷേത്രം അതിൻ്റെ ഐശ്വര്യം കണ്ടാൽ അറിയാം ആ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷേത്രം അത് വളരെ പാഴടഞ്ഞ സ്ഥിതിയിലായാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തെ ജനങ്ങളെയും അത് ബാധിക്കുമെന്ന കാര്യത്തിൽ. കാരണം ഇന്നത്തെ നമ്മുടെ പൊതുസമൂഹത്തിൽ നിങ്ങൾക്കറിയാം. പ്രേമരാജ് അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ബിജു, വിജയൻ, വേണുഗോപാൽ, അഡ്വക്കേറ്റ് കെ മോഹനകണ്ണൻ, കെ ബാലകൃഷ്ണൻ, വത്സരകുമാരി, കല, അഖിൽ, വിഷ്ണു എന്നിവർ പ്രസംഗിച്ചു. ഏലംകുളം പഞ്ചായത്തിലെ പാറയ്ക്കൽ മുക്ക് GLP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച പാചകപ്പുര ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ഏലംകുളം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ നിന്നും 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാറയ്ക്കൽ മുക്ക് GLP സ്കൂളിൽ പാചകപ്പുര നിർമ്മിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബു പാചകപ്പുര ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്ഥിര സമിതി അധ്യക്ഷൻ MR മനോജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിര സമിതി ചെയർപേഴ്സൺ NP ഉണ്ണികൃഷ്ണൻ, അംഗങ്ങളായ രമ്യ മാണിത്തൊടി, സമദ് താമരശ്ശേരി, സ്വപ്ന സുബ്രഹ്മണ്യൻ, വിജയലക്ഷ്മി, പ്രധാനാധ്യാപിക നിർമ്മല തുടങ്ങിയവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് മുഹമ്മദ് ഹാരിസ്, MTA പ്രസിഡന്റ് മുബീന, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജസീല എന്നിവരും പങ്കെടുത്തു. ചെർപ്പളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം സംഘടിപ്പിച്ച നന്മോണം വർണ്ണാഭമായി. വിവിധ കലാപരിപാടികളും ഓണസദ്യയും നന്മോണത്തിന്റെ ഭാഗമായി നടത്തി. നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് ലൈബ്രറി, നന്മ വിമൻസ് വിങ്, സീനിയർ സിറ്റിസൺ ഫോറം, കലാവേദി, ബാലവേദി, നന്മ സ്പോർട്സ് അക്കാദമി, വെറ്ററൻസ് ഫുട്ബോൾ ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ചെർപ്പളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രത്തിൽ വച്ച് ഓണാഘോഷം വർണ്ണാഭമായി സംഘടിപ്പിച്ചത്. നന്മോണം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നന്മയുടെ പ്രത്യേകത എല്ലാ പരിപാടിയും സംഘടിപ്പിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു മേഖലയിൽ സാന്നിധ്യം ഉണ്ടാവാതെ പോകരുത് എന്ന നിർബന്ധം നന്മ വായനശാല കാത്തുസൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. നിരവധിയായ പരിപാടികൾക്ക് ഇവിടെ വരാനും പല പരിപാടികളും വിട്ടുപോയിട്ടുണ്ട്. നിരവധി പരിപാടികൾ വന്നു. പല പരിപാടിക്കും ഇന്നിപ്പോൾ ഈ സമയത്ത് തന്നെ ഓണച്ചന്ത ഉദ്ഘാടനം ഉണ്ട് നഗരസഭയുടെ വിഷമാൻ്റെ. അവിടെ പ്രത്യേക താമസം പിന്നെ ഉണർവ് വായനശാലയിലാണ് ചെന്നത്. ഒക്കെ 10-15 ഉണ്ടാവും. അപ്പോൾ ചെന്നോർത്താ നിൽക്കും. അപ്പോൾ ഈ പദവി ഉണ്ടാവേണ്ടത് ഈ പദവിയുള്ള ആളുകൾ ആരായാലും വിളിക്കലോ. എൻ്റെ കേമത്തെ എന്താ വിളിക്കുന്നത് എനിക്കറിയാം. അത് എൻ്റെ കേമത്തെ കൊണ്ട് വിളിക്കാൻ കാരണം എൻ്റെ പദവിയാണ് വിളിക്കാൻ കാരണം. അപ്പോൾ എല്ലായിടത്തും എത്തുക എന്നുള്ള എൻ്റെ ബാധ്യതയാണ്. അപ്പം എന്തായാലും എല്ലാ പരിപാടിയും നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്ന നന്മ വായനശാലയുടെ ഓണാഘോഷം എന്തായാലും നല്ല രീതിയിൽ നടക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട്. വിവിധ കലാപരിപാടികളും കായിക മത്സരങ്ങളും ഓണസദ്യയും ഉൾപ്പെടെയുള്ള ആഘോഷം വർണ്ണാഭമായി. കേരളം 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 കേളികൊട്ടുയരുന്ന കേരളം കേളികദംബം പൂക്കും കേരളം.
നന്മ വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എ രാജഗോപാലൻ, നഗരസഭാ കൗൺസിലർ വി പി ഷമീജ്, അലി മാട്ടര, ബിജുമോൻ പന്തീരുകുലം, മോഴിക്കുന്നത്ത് ദാമോദരൻ നമ്പൂതിരി തുടങ്ങിയവരും വിവിധ വിംഗ് പ്രതിനിധികളും ഓണാശംസകൾ നേർന്ന് സംസാരിച്ചു. മണ്ണാർക്കാട് റൂറൽ ബാങ്കിൽ ഓണാഘോഷം 2025 സംഘടിപ്പിച്ചു. ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. അത്തപ്പൂക്കളവും വനിതാ ജീവനക്കാരുടെ തിരുവാതിരക്കളിയും പാട്ടും തുടങ്ങി വർണ്ണാഭമായ പരിപാടികളോടെയാണ് ഓണം ആഘോഷിച്ചത്. തുടർന്ന് ഓണസദ്യയും ഉണ്ടായി. ബാങ്ക് പ്രസിഡന്റ് പി എൻ മോഹനൻ, സെക്രട്ടറി എസ് അജയ്കുമാർ എന്നിവർ സംസാരിച്ചു. ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ പെരിന്തൽമണ്ണ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ ആശുപത്രി പരിസരത്താണ് ആംബുലൻസ് ഓണേഴ്സ് അസോസിയേഷൻ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. പെരിന്തൽമണ്ണ ട്രാഫിക് SI മനോജ് KP പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആശയമാണ് ഓണം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇത്തരമൊരു അവസരത്തിൽ പ്രവർത്തനങ്ങളെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജീവനക്കാരാണ് ആംബുലൻസ് ജീവനക്കാർ. അവർ തന്നെ മുന്നിട്ടിറങ്ങി ഇത്തരം ഒരു സേവനം ഈ ആശുപത്രി പരിസരത്ത് സംഘടിപ്പിച്ചതിൽ അദ്ദേഹം സന്തോഷമുണ്ട്. അസോസിയേഷൻ പ്രസിഡന്റ് ഷബീർ കൊളത്തൂർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അനിൽ പെരിന്തൽമണ്ണ, ട്രഷറർ വി സജീവ്, KN ലത്തീഫ്, സുനിൽദാസ് OP, ലിനോജ് EC, ഷാനവാസ് PK, സുധീഷ്, ബാബു KJ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ആശുപത്രിയിലും വാഹനയാത്രക്കാർക്കും പായസവും വിതരണം ചെയ്തു. ഒറ്റപ്പാലം താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ബസ് ഉടമകൾക്ക് ധനസഹായം വിതരണം ചെയ്തു. സ്റ്റേജ് KTH ബസ്സുകളിൽ നിരീക്ഷണ ക്യാമറകൾ നിർബന്ധമാക്കിയ കേരള സർക്കാരിൻ്റെ ഉത്തരവ് നടപ്പാക്കുന്നതിന് വേണ്ടി ബസ് 1-ന് 10,000 രൂപ വീതമാണ് ബസ് ഉടമയ്ക്ക് നൽകിയത്. ഷൊർണൂരിൽ പ്രവർത്തിക്കുന്ന ബസ് ഭവനിൽ തിങ്കളാഴ്ചയാണ് ധനസഹായ വിതരണം നടന്നത്. പ്രസിഡന്റ് TK ഹമീദ്, ഒറ്റപ്പാലം അമ്പലപ്പാറ പത്തിരിപ്പാല റൂട്ടിൽ ഓടുന്ന ശ്രീജയം ബസ് ഉടമ വിജയലക്ഷ്മിക്ക് ആദ്യ ധനസഹായം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം 1999-ലാണ് ഒറ്റപ്പാലം താലൂക്കിൽ സംഘടന രൂപീകൃതമായത്. സംഘടന രൂപീകൃതമായതിന് ശേഷം ബസ് ഉടമകൾക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുവാനും അവർക്കുണ്ടാവുന്ന പീഡനങ്ങൾക്ക് അറുതി വരുത്തുവാനും നമ്മളുടെ ഭാഗത്ത് നിന്നും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മളുടെ സംഘടനയിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിച്ചു വരികയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയും കൂടുതൽ ആളുകൾ ഈ സംഘടനയിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് നിങ്ങൾ തരുന്ന ഓരോ പൈസയും വളരെ കൃത്യമായി കണക്ക് വെച്ച് കൃത്യമായിട്ട് പരമാവധി ചെലവ് ചുരുക്കി വെച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ന് കേരള സംസ്ഥാനത്ത് തന്നെ
നമ്മൾ ചെയ്ത കാര്യങ്ങൾ വേറൊരാൾക്കും സാധിച്ചിട്ടില്ല. വൈസ് പ്രസിഡന്റ് CKP റഷീദ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KM റഷീദ്, ട്രഷറർ PK സിദ്ദിഖ്, സന്തോഷ് ജാസൻ ജാസ്, ആൽഫ ഷമീർ, CP മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 40 ലക്ഷം രൂപ ചെലവഴിച്ച് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കള്ളാടിപ്പറ്റയിൽ നവീകരിച്ച റോഡ് തുറന്നുകൊടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 4-ാം വാർഡിൽ ഏറെക്കാലമായി തകർന്നു കിടന്ന കള്ളാടിപ്പറ്റ മമ്മിപ്പടി മുതൽ പാറ വരെയുള്ള റോഡാണ് ഇന്റർലോക്ക് കട്ട വിരിച്ചും കോൺക്രീറ്റ് സുരക്ഷ ഒരുക്കിയും നവീകരിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ 40 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണം. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കള്ളാടിപ്പറ്റ മുതൽ ഓങ്ങല്ലൂർ വരെയുള്ള പ്രദേശത്തെ റോഡ് കുറേ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. ബഹുമാനപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ CMLRP ഫണ്ടിൽ നിന്ന് ബഹുമാനപ്പെട്ട MLA ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 40 ലക്ഷം രൂപ അനുവദിക്കുകയും അതിൻ്റെ ഭാഗമായി അതിമനോഹരമായി കള്ളാടിപ്പറ്റ മമ്മിപ്പടി മുതൽ പാറ വരെ 300 മീറ്റർ ദൂരം ഇൻ്റർലോക്ക് വിരിക്കുകയും ചെയ്തു. 4.5 മീറ്റർ വീതിയിൽ 300 മീറ്റർ ദൂരമാണ് ആദ്യഘട്ടം എന്നുള്ള രൂപത്തിൽ ഇൻ്റർലോക്ക് വർക്ക് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനി കള്ളാടിപ്പറ്റ മമ്മിപ്പടി മുതൽ നമ്പാടം വരെയും 500 മീറ്ററോളം 2 സൈഡ് കോൺക്രീറ്റും അതിനുശേഷം ടാറിങ്ങും ഉണ്ടായിരിക്കുന്നതാണ്. അത് മഴ മാറിയതിന് ശേഷമായിരിക്കും ആ ഒരു പ്രവൃത്തികളൊക്കെ നടക്കാൻ പോകുന്നത്. ഏതായാലും സംസ്ഥാന ഗവൺമെൻറ്റിനും അതോടൊപ്പം പ്രിയപ്പെട്ട MLAയ്ക്കും ഈ 40 ലക്ഷം രൂപ അനുവദിക്കുന്നതിന് പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി കൂടി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. 300 മീറ്റർ റോഡാണ് നവീകരിച്ചത്. ഓങ്ങല്ലൂർ ഭാഗത്തു നിന്ന് ചെർപ്പളശ്ശേരി റോഡിലേക്കും വല്ലപ്പുഴയിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന പാത കൂടിയാണ് ഇത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പലത അധ്യക്ഷത വഹിച്ചു. PM നാരായണ നമ്പൂതിരി, K ഗോവിന്ദൻകുട്ടി, N സജീന്ദ്രൻ, E നസീർ, KM ഗംഗാധരൻ, നിസാർ പാറമ്മൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി നഗരസഭ കുടുംബശ്രീ യൂണിറ്റുകളുടെ ഓണം വിപണന മേളയ്ക്ക് മേലെ പട്ടാമ്പിയിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന വിപണന മേള നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജി ഉദ്ഘാടനം ചെയ്തു. ഓണത്തോടനുബന്ധിച്ച് പൊതുവിപണിയിൽ വില ഉയരുമ്പോൾ സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ ഭക്ഷ്യവസ്തുക്കളും മറ്റും ലഭ്യമാക്കുന്നതിനാണ് കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഓണം വിപണന മേള നടത്തുന്നത്. പട്ടാമ്പി നഗരസഭയിലെ കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പിയിൽ നടന്ന ഓണം വിപണന മേള നഗരസഭ വൈസ് ചെയർമാൻ TP ഷാജി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭയിലെ വിവിധ കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓണച്ചന്തയാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. ഒന്ന്, കുടുംബശ്രീ ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തുക, അതോടൊപ്പം അതിനെ പ്രോത്സാഹിപ്പിക്കുക. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ന്യായമായ വിലയിൽ നല്ല ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സ്റ്റാൾ ഇന്നിവിടെ ആരംഭിച്ചിട്ടുള്ളത്. പൂക്കളടക്കം സ്വന്തമായി കൃഷി ചെയ്തുകൊണ്ടുള്ള പൂക്കളാണ്. മറ്റെല്ലാ ഉൽപ്പന്നങ്ങളും പട്ടാമ്പി നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള കുടുംബശ്രീ അംഗങ്ങളുടെ സ്വന്തമായി നിർമ്മിച്ചതാണ് മുഴുവൻ സാധനങ്ങൾ. ആയതുകൊണ്ട് തന്നെ നല്ല ഗുണനിലവാരം ഉറപ്പുവരുത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വാർഡ് കൗൺസിലർ C സംഗീത അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ രസന, CDS ചെയർപേഴ്സൺ P ഗീത, നൌഷത്ത്, സീമ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വാണിജ്യ വാർത്തകൾ. ഓണാഘോഷ നിറവിൽ പെരിന്തൽമണ്ണ സ്കൈ ഗോൾഡ്. കസ്റ്റമേഴ്സിന് പൊന്നോണക്കാലത്ത് അനവധി ഓഫറുകളാണ് സ്കൈ ഗോൾഡിൽ ഒരുക്കിയിരിക്കുന്നത്. സ്കൈ ഗോൾഡിൽ ഓണാഘോഷം തുടങ്ങി. ഓണത്തോടനുബന്ധിച്ച് ഡയമണ്ട് ആഭരണങ്ങളിലെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും അത്യപൂർവമായ കളക്ഷൻ സ്കൈ ഗോൾഡ് അവതരിപ്പിച്ചു. 1 സെന്റ് മുതൽ തുടങ്ങുന്ന വ്യത്യസ്ത ആഭരണങ്ങളുടെ അതിവിപുലമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ഇണങ്ങുന്ന വിവിധങ്ങളായ ആഭരണങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 40% വരെ ഡിസ്കൗണ്ടും സ്വർണ്ണാഭരണങ്ങൾക്ക് 50 മുതലും ഡിസ്കൗണ്ട് നൽകുമെന്ന് സ്കൈ ഗോൾഡ് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു. ഓണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വൈവിധ്യമാർന്ന ഓഫറുകളാണ് വ്യത്യസ്ത ബ്രാഞ്ചുകളിലായിട്ട് ഒരുക്കിയിട്ടുള്ളത്. പെരിന്തൽമണ്ണയിൽ നമ്മൾ ഡയമണ്ട് ഫെസ്റ്റാണ് നടക്കുന്നത്. ഇന്ത്യക്കകത്തും പുറത്തും നിർമ്മിച്ചിട്ടുള്ള വൈവിധ്യമാർന്ന ഡയമണ്ട് ആഭരണങ്ങൾ, അതിൽ തന്നെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ,
1 സെൻറ്റ് തൊട്ട് തുടങ്ങുന്ന വ്യത്യസ്ത രൂപത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നമ്മൾ ഈ കാലയളവിൽ ഇവിടെ ഉപഭോക്താക്കൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ ആഭരണങ്ങൾ ലഭ്യമാക്കുന്ന ഒരു പദ്ധതിക്ക് കൂടി ഈ ഓണക്കാലയളവ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ഓഫറുകളാണ് വ്യത്യസ്ത ബ്രാഞ്ചുകളിലായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് മുഴുവനും കൈ നിറയെ സമ്മാനങ്ങളും നൽകിക്കൊണ്ട് ഈ പൊന്നോണത്തെ വരവേൽക്കാൻ പൂർണ്ണ സജ്ജരായിട്ടാണ് സ്കൈ ഗോൾഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് സ്കൈ ഗോൾഡ് തുടങ്ങിയിട്ടുള്ള ഓഫറുകൾ സ്കൈ ഗോൾഡിലെ പെരിന്തൽമണ്ണ ബ്രാഞ്ചിൽ ആണ് നമ്മുടെ ഡയമണ്ട് ഫസ്റ്റാണ് ഇവിടെ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അത് ഇന്ന് മുതൽ 10-ാം തീയതി വരെയാണ് അതിൻ്റെ സമയം. ഡയമണ്ട് ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നിർമ്മിതവും അതേമാതിരി വിദേശ നിർമ്മിതവുമായിട്ടുള്ള ഡയമണ്ട് ആഭരണങ്ങൾ അത് പല കളക്ഷനുകളിലും പെരിന്തൽമണ്ണ ഒരുക്കിയിട്ടുണ്ട്. ലൈറ്റ് വെയ്റ്റ് ആണ് അതിൽ ഏറ്റവും പ്രധാനം. ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്റ്റോണൊക്കെ ഡയമണ്ട് സ്റ്റോണൊക്കെ 1 സെൻറ്റ് മുതൽ പിടിച്ച് 1 സെൻറ്റ് അതിലും കമ്മിയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് 1 സെൻറ്റ് തൊട്ടിട്ടുള്ള ഡയമണ്ട് ആഭരണങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്, പെരിന്തൽമണ്ണയിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളും ഈ ഓണാഘോഷം വളരെ വിപുലമായി ആഘോഷിക്കുകയാണ്. അതിൽ നിലമ്പൂരായാലും പൊന്നാനി ആയാലും ഓരോ വ്യത്യസ്ത രീതിയിലുള്ള ഓഫറുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മാനേജിംഗ് പാർട്ണർമാരായ റഫീഖ് പാറയിൽ, അരവിന്ദ് ആനന്ദ് മാലി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുൽഫിക്കർ അലി, GCC ഓപ്പറേഷൻ ഡയറക്ടർ മുഹമ്മദ് റോഷൻ, HR മാനേജർ രഞ്ജിത്ത്, സ്റ്റോർ മാനേജർമാരായ ഇസാക്ക്, നജമുദ്ദീൻ, ഫിനാൻസ് മാനേജർ ഹനീഫ തുടങ്ങിയവർ സംബന്ധിച്ചു. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ വിവിധ വെഡ്ഡിംഗ് പാക്കേജുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഓണം ഓഫർ കാലയളവിൽ പർച്ചേസ് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ ലഭിക്കും. ബജറ്റിനനുസരിച്ച് വ്യത്യസ്ത തരം സ്കീമുകളും പണിക്കൂലി ഇല്ലാത്ത സ്കീമുകളും വിവിധ നിക്ഷേപ പദ്ധതികളും അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഷോർട്ട് ന്യൂസ് കാണാം. വല്ലപ്പുഴ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ പച്ചക്കറി ചന്ത ആരംഭിച്ചു. പേങ്ങാട്രി ഹെഡ് ഓഫീസ് പരിസരത്ത് നടന്ന ചന്തയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് P. ബഷീർ നിർവഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് കളത്തിൽ മാന അധ്യക്ഷനായി. ഡയറക്ടർ രാജീവ്, സെക്രട്ടറി അഷ്റഫ് അലി, അസിസ്റ്റന്റ് സെക്രട്ടറി A. മുഹമ്മദ് മുസ്തഫ, ബ്രാഞ്ച് മാനേജർമാർ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. നമ്മളെ ഈ വർഷത്തെ ഓണത്തിനോടനുബന്ധിച്ചുള്ള ചന്ത, നമ്മളെ വല്ലപ്പുഴ സർവീസ് ബാങ്ക് നടത്തുന്ന ഈ ചന്ത പച്ചക്കറി ചന്തയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. പൊതു മാർക്കറ്റിനേക്കാളും ഏറ്റവും വിലക്കുറവിൽ നമുക്ക് ഈ സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കിറ്റുകൾ, ആവശ്യമായ കിറ്റുകളുണ്ട്. സബ്സിഡി സാധനങ്ങൾ അടങ്ങിയ 17ഓളം ഐറ്റംസ് അടങ്ങിയ കിറ്റുകളുണ്ട്. ഇത് പരമാവധി ജനങ്ങൾ ഈ അവസരം മുതലെടുക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് ഒറ്റപ്പാലത്തെ എല്ലാ മെമ്പർമാർക്കും ഓണക്കോടി വിതരണം ചെയ്തു. വ്യാപാര ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് P. അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ പ്രസിഡന്റുമാരായ KN ഷൺമുഖൻ, VP കമറുദ്ദീൻ എന്നിവർ മുഖ്യാതിഥികളായി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി മുഹമ്മദ് സലീം KP, ട്രഷറർ സുരേഷ് ബാബു KT, വൈസ് പ്രസിഡന്റുമാരായ MV മുജീബ്, PV ബഷീർ, യൂത്ത് വിംഗ് പ്രസിഡന്റ് അഫ്സൽ, വനിതാ വിംഗ് പ്രസിഡന്റ് E. പ്രീത തുടങ്ങിയവർ സംസാരിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെ NREGWU നെല്ലായ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിലാളി സംഗമവും പ്രകടനവും നടത്തി. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം K. ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. PK മുഹമ്മദ് ഷാഫി അധ്യക്ഷനായി. KB സുഭാഷ്, യൂണിയൻ ഏരിയ സെക്രട്ടറി വീരമണി, K. അജേഷ്, MP ശിവശങ്കരൻ, ബാബു, പത്മജ, വസന്ത, ശശികല, K. സുധാമണി, സരസിജം എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം വരോട് ക്ഷീരസംഘം 2023-2024 വർഷത്തെ ബോണസ് വിതരണം ചെയ്തു. വിതരണ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ K. രാജേഷ് നിർവഹിച്ചു. സ്ഥിരസമിതി അധ്യക്ഷ സുനീറ മുജീബ് അധ്യക്ഷയായി. സ്ഥിരസമിതി അധ്യക്ഷരായ അബ്ദുൾ നാസർ, T. ലത, സംഘം പ്രസിഡന്റ് K. സുരേഷ് കുമാർ, കൗൺസിലർ T. സബിത, സംഘം വൈസ് പ്രസിഡന്റ് K. ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. മലബാർ സൗഹൃദവേദിയുടെയും പെരിന്തൽമണ്ണ സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സാഹിത്യ രചനാ ശില്പശാലയും അനുകരണ കലാശില്പശാലയും നടത്തി. ശില്പശാല കോർഡിനേറ്റർ KR രവി ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തീരുകുലം അധ്യക്ഷത വഹിച്ചു. രചനാ ശില്പശാലയ്ക്ക് മലയാളം ഹൈസ്കൂൾ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ ദിനേശൻ എഴുപന്തലിയും അനുകരണ കലാപരിശീലനത്തിന് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ഫെയിം ഗോപൻ ഏഴക്കാടും നേതൃത്വം നൽകി.
സ്നേഹതീരം സെക്രട്ടറി വിജയകുമാർ മേലാറ്റൂർ, സൈക്കോളജിസ്റ്റ് പി രഞ്ജിനി എന്നിവർ സംസാരിച്ചു. വല്ലപ്പുഴ കുറുവട്ടൂർ ശാന്തിപുരത്ത് കുടുംബാംഗങ്ങളുടെ ഓണാഘോഷ പരിപാടി വിപുലമായി നടത്തി. സംസ്ഥാന അവാർഡിന് അർഹയായ വല്ലപ്പുഴ കൃഷിഭവനിലെ കൃഷി ഓഫീസർ ദീപയ്ക്ക് കുടുംബാംഗങ്ങളുടെ വകയായി പ്രത്യേക ആദരവും നൽകി. കുടുംബയോഗത്തിൻ്റെ ഭാരവാഹികളായ സുഭാഷ് ചന്ദ്രബോസ്, രാജേന്ദ്രകുമാർ, അയ്യപ്പൻ, ബിന്ദു, ശോഭന എന്നിവർ നേതൃത്വം നൽകി. അമ്പിളി, സ്വപ്ന, സിന്ധു, ഹരിദാസൻ, സുജേഷ്, രാമദാസൻ, മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. കെട്ടിടത്തിന് അനുമതി ലഭിച്ചില്ലെന്ന ആക്ഷേപം. ഗ്രാമപഞ്ചായത്ത് കാര്യാലയം പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചും ജീവനക്കാർക്ക് നേരെ കത്തിവീശിയും 50-കാരൻ്റെ പരാക്രമം. തുവ്വൂർ ഗ്രാമപഞ്ചായത്തിലാണ് നാടകീയ സംഭവങ്ങൾ. ജീവനക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കുന്നതായി ഭരണസമിതി. മണ്ണാർക്കാട് നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിനുള്ള സ്ഥലം തദ്ദേശ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു. പ്രാഥമിക പരിശോധനയിൽ അനുയോജ്യമെന്ന് വിലയിരുത്തൽ. അടുത്ത കൗൺസിലിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് സെക്രട്ടറി. രാഷ്ട്രീയത്തിൽ കത്തോലിക്ക സഭയിൽ നിന്നുള്ളവർ ഉയർന്നു വരണമെന്ന് പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ. സഭയിലുണ്ടായിരുന്ന നല്ല നേതാക്കളുടെ പിൻഗാമികളായി പുതിയ തലമുറ ഉയർന്നു വരണമെന്നും ബിഷപ്പ്. മകന്റെ വീടിന്റെ പാലുകാച്ചൽ ദിനത്തിൽ അച്ഛന് കേരള ലോട്ടറിയുടെ 1ാം സമ്മാനമായ 1 കോടി. ഭീമനാട് പുത്തൻപള്ളിയാലിൽ കേൾവി സംസാര വൈകല്യമുള്ള കൃഷ്ണൻകുട്ടിക്കാണ് ഞായറാഴ്ച നറുക്കെടുത്ത സമൃദ്ധി ലോട്ടറിയുടെ 1ാം സമ്മാനം ലഭിച്ചത്. ഓണത്തിരക്കിലമർന്നു ഒറ്റപ്പാലം. വിപണികൾ സജീവമായതോടെ നഗരത്തിൽ നീണ്ട ഗതാഗത കുരുക്ക്. നേരത്തെ നിശ്ചയിച്ച ഗതാഗത ക്രമീകരണങ്ങൾ പൂർണ്ണമായും നടപ്പാക്കാനായി. കോഴി വളർത്തൽ മേഖലയിലെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് കേരള പൗൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ സമരത്തിലേക്ക്. മലപ്പുറം, പാലക്കാട് ജില്ലകളിലുള്ളവരുടെ സംയുക്ത യോഗം പെരിന്തൽമണ്ണയിൽ ചേർന്നു. സർക്കാർ കർഷകരുടെ മേൽ അമിത നികുതി ചുമത്തുന്നുവെന്ന് ഭാരവാഹികൾ.